എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ 27 വയസ്സായ ഒരു സ്ത്രീയാണ്. ഭർത്താവിൻ്റെ ജോലി ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ആള് എപ്പോഴും തിരക്കിലായിരിക്കും. കല്യാണത്തിന് മുമ്പേയുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായാലും ഒരു ടൂറ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹണിമൂൺ. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യങ്ങളായിരുന്നു. ഭർത്താവിന് എന്നെക്കാളും ഏകദേശം ഒരു 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആൾക്ക് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടും പാരമ്പര്യമായിട്ട് നല്ല സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും എൻ്റെ വീട്ടുകാർ അത് കണ്ട സമയത്ത് തന്നെ ഒന്ന് ഫ്ലാറ്റായി. എനിക്കാണെങ്കിൽ എന്നേക്കാളും ഏകദേശം ഒരു 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 5 വയസ്സ് അങ്ങനെയുള്ളൊരു ചെറുക്കനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ഡിഫറൻസ് ആയ സമയത്ത് എനിക്ക് ചില സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 2.5 വർഷം കഴിഞ്ഞപ്പം ആളൊന്ന് ഫ്രീ ആയി. ആ സമയത്ത് ഒരു വാഗ്ദാനം എന്നതുപോലെ എനിക്ക് ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്ത് തന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ഹണിമൂൺ പാക്കേജ്. ഞാനും ഹസ്ബൻഡും മാത്രം. അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ. അത് ഈ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യാൻ കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ഹസ്ബൻഡിന്റെ കൂട്ടുകാരന് അവിടെ മൂന്നാറിലെവിടെയോ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ഹോമാണെന്നാ പറഞ്ഞത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു ആശ്രയം. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഞാനും കിരിയേട്ടനും കൂടെ ഹണിമൂണിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. സാരിയായിരുന്നു ഞാനിവിടുത്തെ വേഷം. അമ്മായിയമ്മയ്ക്കും അമ്മായിയമ്മയുടെ വീട്ടുകാർക്കും നേരെ സാരി ഉടുത്തുകൊണ്ട് പോകുന്നതാണ് ഇഷ്ടം. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ബാംഗ്ലൂരായിരുന്നല്ലോ പഠിച്ചതും വളർന്നതും ഒക്കെ. അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു പോരായ്മ. അങ്ങനെ ആ ഒരു ഹണിമൂണിന് സാരി ഉടുത്ത് കാറിലിരിക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് എന്നെ നന്നായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. സിന്ദൂരക്കുറിയും പിന്നെ കുറച്ച് പൊട്ടിയാക്കിയിട്ട് ഒരു അടിപൊളി കുട്ടിക്കുറ സുന്ദരിയായിട്ട് ഞാനിങ്ങനെ ഇരുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിരിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടീ, ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു നേരം ഒന്ന് കൂടും കേട്ടോ, അത് നീ വലിയ ഇതൊന്നും ആക്കണ്ട കേട്ടോ എന്നായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് തന്നെ ഞാനൊന്ന് നോക്കി. എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്ന് ഗിരിയേട്ടൻ അറിയായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒടുവിൽ മൂന്നാറിലെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലെത്തി. അവിടെ നല്ല അടിപൊളി ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭർത്താവിനെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉള്ളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഭംഗിയായിരിക്കും, അവിടെയാണെന്നുണ്ടെങ്കിൽ ട്രീ ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് വൈബും കാര്യങ്ങളൊക്കെ. അതൊക്കെയായിരുന്നു ഭർത്താവ് പറഞ്ഞത്. ഞാൻ ഫോറസ്റ്റ് എല്ലാം ഒന്ന് നോക്കി കണ്ടു. അപ്പോൾ തന്നെയാണെങ്കിൽ തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സാരി പിടിച്ച് നേരെ എൻ്റെ ശരീരം മുഴുവൻ ഒന്ന് കവർ ചെയ്തു. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ മാനേജർ ഓടി അവിടേക്ക് വന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നീതു വാ എന്നൊക്കെ വിളിച്ച് അയാള് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്കും ഹസ്ബൻഡിൻ്റെ അതേ പ്രായം, അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആള് നല്ല സ്വീകരണത്തോടെയാണ് കയറ്റിയതും എല്ലാം. അപ്പോൾ തന്നെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ ഉറ്റ ചങ്ങായിയാണ് കേട്ടോ, ആളുടെ ഭാര്യയാണ് നീതു, എല്ലാവർക്കും നല്ല കെയറും കാര്യങ്ങളൊക്കെ വേണം എന്നായിരുന്നു പറഞ്ഞത്. അവൾ ഒരു പുഞ്ചിയോടെ എല്ലാം കേട്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ ബാഗ് ഞാനിങ്ങനെ കൈപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ റിസപ്ഷനുള്ള പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, എടി അവനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുക, ഗൈഡുണ്ട്. അതായിരുന്നു വിളിക്കാൻ പറഞ്ഞ കാരണം. അപ്പോൾ തന്നെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 23 വയസ്സുകാരൻ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അവനായിരുന്നു ഗൈഡായിട്ടതും പിന്നെ അവിടുത്തെ വെയിറ്ററും സെർവൻറ്റും പിന്നെ ടെക്നീഷ്യനും എല്ലാം. ആ ഒരു സമയത്ത് എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നെ മാനേജറായിട്ടുള്ള ആ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചത്. അവൻ പെട്ടെന്ന് അവിടേക്ക് വന്നു. അഖിലേ, ഇത് നമ്മുടെ ഗസ്റ്റും കാര്യങ്ങളാണ്, എല്ലാവർക്കും നല്ലൊരു പരിഗണനയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ, സാധാരണ ഗസ്റ്റ് പോലല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എന്ന് മാനേജർ പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നെയും നോക്കി, ശേഷം ഹസ്ബൻഡിനെയും നോക്കി, ശേഷം മാഡം എൻ്റെ കയ്യിലേക്ക് തന്നോളൂ ആ ബാഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങിച്ചു.
ഞാൻ ഒരു പുഞ്ചിരിയോടെ ആ ബാഗ് കൊടുക്കുന്ന സമയത്ത് അവൻ എന്നെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് കിരിയേട്ടൻ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീതു നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ കൂടെ പൊക്കോളൂ. അവിടെ ചെന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും എന്നായിരുന്നു കിരിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അത് കേട്ടോണ്ട് അവൻ്റെ കൂടെ അവിടേക്ക് പോകാനായിട്ട് റെഡിയായി. മൂന്നാമത്തെ നിലയിലായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് കയറിയത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് എനിക്കൊരു ഭയം കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ അധികം ലിഫ്റ്റ് കയറിയിട്ടില്ല. എനിക്കെപ്പോഴും സ്റ്റെയറാണ് പതിവ്. ആ ടൈമിൽ തന്നെ ഞാനൊന്ന് പരുങ്ങുന്ന കണ്ട സമയത്ത് അവൻ പെട്ടെന്ന് എന്നെ ഒന്ന് കെയർ ചെയ്തു. മേഡം പേടിക്കൊന്നും വേണ്ട, ഞാനിവിടെ നിൽപ്പുണ്ട് എന്നുള്ള രീതിയിൽ അവൻ പറയുകയും ചെയ്തു. അവൻ്റെ ആ സംസാരം കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു, അവനും ഒന്ന് ചിരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ആ ഒരു നിലയെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പെട്ടെന്ന് തന്നെ മേളോട്ട് കയറിയതിനു ശേഷം ഒന്ന് താഴോട്ടായി. പെട്ടെന്ന് ഞാനൊന്ന് കുലുങ്ങി. ആ സമയത്ത് തന്നെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഞാൻ വീഴാൻ പോയപ്പം അവൻ പിടിച്ചിട്ട് പറഞ്ഞു, മേഡം പേടിക്കൊന്നും വേണ്ട, കറക്റ്റായിട്ട് വന്നാൽ മതി, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അവിടേക്ക് ഇറങ്ങി. ആ സമയമാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് തുറന്നു തന്നു. ഞാൻ റൂമിലേക്ക് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ താക്കോലിട്ട് ആ ഒരു കതകും കാര്യങ്ങളൊക്കെ തുറന്നു. പെട്ടെന്ന് കതക് തുറന്നതിന് ശേഷം അവൻ കാണിച്ചു തന്നു, മേഡം ഇതാണ് കേട്ടോ നിങ്ങളുടെ റൂം, അത്യാവശ്യം വൃത്തിയാക്കി ആയിട്ടുണ്ട്, എല്ലാ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നോക്കിയിരിക്കുന്ന സമയത്ത് അവൻ ചെന്ന് ആ ഒരു കർട്ടൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു. ശേഷം പുറത്തുനിന്നുള്ള കാഴ്ചകളെ കാണിച്ചിട്ട്, ഇവിടെ നല്ല കാഴ്ചകളുണ്ട് മേഡം, നോക്കിയാട്ടെ എന്ന് അവൻ പറഞ്ഞു. ആ സമയം അവൻ തുറന്നിട്ട ആ ജനലിൻ്റെ അടിയിലേക്ക് ഞാനും ചെന്ന് നിന്നു. അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ സാമീപ്യവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പുറത്തെ കാഴ്ചകൾ അതിമനോഹരമായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എത്ര ഭംഗിയാണ് എന്ന് തന്നെ ഞാൻ ആലോചിച്ചു. ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി, വാ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു തീരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. താഴെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും മേഡം, നിങ്ങൾക്ക് ട്രീ ഹോം പാക്കേജിലുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യ ദിവസം ഇവിടെ ആയിരിക്കും നിങ്ങളുടെ താമസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലഗേജും ബാഗും എല്ലാം കൂടെ ട്രീ ഹോമിലേക്ക് കൊണ്ടുവെക്കും, അവിടെ നിന്ന് കാഴ്ചകളും കാണാൻ അത് അടിപൊളി തന്നെയായിരിക്കും മേഡം എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്തായിരിക്കും ഗിരിയേട്ടൻ ആദ്യം തന്നെ ആ ഒരു ട്രീ ഹോം പറയാഞ്ഞത് എന്ന് ചോദിച്ച സമയത്തിന് എനിക്ക് കത്തി. മറ്റൊന്നും ആയിരുന്നില്ല, അവിടെ വേറെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം ട്രീ ഹോമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഗിരിയേട്ടൻ്റെ പരിചയത്തിലുള്ള ഫ്രണ്ടല്ലേ, അതുകൊണ്ട് ഫ്രീ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാൻ കുറച്ച് മടി കാണിച്ചത്. അവർ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാനും പിന്നെ ഗിരിയേട്ടനും അവിടേക്ക് പോകുമല്ലോ, അപ്പോൾ ഇവൻ പറഞ്ഞതുപോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാണാം എന്ന് ഞാനും കരുതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് ഈ സിനിമയിലൊക്കെ കണ്ട് ഒരു പരിചയമുണ്ട്, അതായത് ലഗേജുമായിട്ട് എടുത്തുകൊണ്ട് വന്ന ബോയ്ക്ക് എന്തെങ്കിലും ടിപ്പായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമോ അവൻ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഒരു നിമിഷം അവൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസയും നോക്കി ഒരു 100 രൂപ അതിനകത്ത് കിടക്കുന്നത് കണ്ടു. അതെടുത്ത് ഞാൻ അവന് വെച്ച് നീട്ടി. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, വേണ്ട മേഡം, ഞാൻ ടിപ്പിനൊന്നും വന്നില്ല, എനിക്കിവിടുന്ന് സർവീസായിട്ട് സാലറി കിട്ടുന്നുണ്ട്, അത് മതി, ഞാൻ ഇങ്ങനെയൊന്നും വാങ്ങാറില്ല എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ നിമിഷം അവനോട് ഒരു പ്രത്യേകമായ ഇഷ്ടം തോന്നി. കാരണം എല്ലാവരും കാശിന് വേണ്ടിയിട്ടാണല്ലോ പണിയെടുക്കുന്നത്. അവൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ആ ശ്രദ്ധ അവിടേക്ക് പോയി പോകും. അവൻ പെട്ടെന്ന് ഒരു പുഞ്ചിരിയോടെ എന്നോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജനാലക്കരിയിൽ നിന്ന് ആ ഒരു കാടും പ്രദേശവും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഗിരിയേട്ടൻ ആ ഒരു സമയമായിട്ടും ഇതുവരെ അവിടേക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു, എന്ത് പറ്റിയ ആൾക്ക്, ഇതുവരെയും കാണുന്നില്ല. ഞാൻ എൻ്റെ ഫോണെടുത്ത് ഒന്ന് വിളിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഗിരിയേട്ടൻ നല്ല ഓഫിലാണെന്ന്. ഗിരിയേട്ട ഒന്നിങ്ങോട്ട് വാ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള്, നീതു നീ കഴിച്ചിട്ട് കിടന്നോ എന്നൊക്കെയാണ് പറയുന്നത്. ആ സമയം ഞാൻ തന്നെ പറഞ്ഞു, ഗിരിയേട്ട ഇവിടെ സമയമൊന്നും ആയിട്ടില്ല, രാത്രിയൊന്നും ആയിട്ടില്ല, നിങ്ങൾ വെറുതെ ബോധമില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയരുത് എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ആള് നല്ല പോസായിരുന്നു. ചേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഹണിമൂൺ അലമ്പാക്കാനായിട്ട് ഇങ്ങനെ ഒന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അതിനുശേഷം എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ അവിടെ ഒന്ന് കുറച്ച് സമയം ഇരുന്നു.
ശരീരം ആകെ മുഷിഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം യാത്ര ചെയ്തിങ്ങനെ വന്നതല്ലേ, അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു ബാഗിൽ നിന്നും എൻ്റെ നൈറ്റ് ഡ്രസ്സ് പോലത്തെ 2 ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചു. ആ, ഇതിപ്പം മുറിക്കകത്തല്ലേ, ഇനിയിപ്പം ഇത് ഇട്ടുകൊണ്ട് കിടക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു സാധനവും കാര്യങ്ങളൊക്കെ ബെഡിലെടുത്തിട്ടിട്ട് ആ ഒരു ബാഗിൽ വെച്ചിരുന്ന ടവലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ കുളിക്കാനായിട്ട് പോയി. കുളിമുറിയിൽ തന്നെ വേറെ ഒരു ടവലും പിന്നെ സോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കിരീടൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇതൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല, അവിടെ എല്ലാം കാണുമെന്ന്. ഒരു പുതിയ ജോഡി സോപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്തു. എന്തൊക്കെയാലും അതിട്ടൊന്ന് കുളിച്ചു നോക്കാം. ഞാൻ അത് തന്നെ എടുത്ത് കുളിയും കാര്യങ്ങളും എല്ലാം ഒന്ന് പാസ്സാക്കി പുറത്തേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയ സമയത്ത് തന്നെ പുറത്തുനിന്നുള്ള കാറ്റും കാര്യങ്ങളും അകത്തേക്ക് അടിക്കുന്നുണ്ട്. എന്തെല്ലാം ക്ലൈമറ്റ് ആണല്ലേ എന്ന് ഞാൻ മനസ്സിൽ തന്നെ പറഞ്ഞു. അകത്ത് ഒരു ഫാനുണ്ട്, അത് ഞാൻ ഇട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ആ ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ എൻ്റെ ശരീരം കുളിരി കോരുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടു. ഗിരിയേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നൈറ്റ് ഡ്രസ്സായിരുന്നു അത്. അത് ഞാൻ അധികം ഇട്ടിട്ടില്ല. നല്ലൊരു രസമുണ്ട് കാണാൻ. ഞാൻ അത് വിട്ടുകൊണ്ട് ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നു. നമ്മളെ നോക്കുന്ന സമയത്ത് ഒരു രസമായിരിക്കും. കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ വേറെ ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ലല്ലോ. അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഞാൻ അങ്ങനെ ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞുകൊണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വാതിൽ ഒന്ന് മുട്ടുന്ന കണക്കൊരു ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ചിലപ്പം തോന്നിയതായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് കോളിംഗ് ബെല്ല് ഇങ്ങനെ ഒന്ന് റിങ് ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, ആ, ഗിരിയേട്ടൻ വന്നിട്ടുണ്ട്, ഇന്ന് 10 പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. എൻ്റെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നേരെ കാലിൻ്റെ പെരുവല്ലോട്ട് തല വരെയായിരുന്നു. എനിക്ക് ഉറഞ്ഞൊന്ന് തുള്ളാൻ തോന്നി ആളുടെ മുഖത്തോട്ട് നോക്കിയിട്ട്. എന്തൊരു പരിപാടിയാണല്ലേ കാണിക്കുന്നത്, ഒരു ഹണിമൂണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. പെട്ടെന്ന് ഒരു ദേഷ്യത്തോടെ ഞാൻ കഥ തുറക്കുമ്പോൾ ആ ഒരു പയ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ അവനൊന്ന് പേടിച്ചു. കാരണം ഞാൻ നല്ല ദേഷ്യപ്പെട്ട മുഖത്തോടായിരുന്നു ഇങ്ങനെ നോക്കിയത്. അപ്പോഴും ഗിരിയേട്ടനുള്ള ദേഷ്യത്തോടെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ അവനെ കണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ദേഷ്യത്തോടെ ചോദിച്ചു, എന്ത് വേണം എന്ന് ചോദിച്ച സമയത്ത്, മാഡം, അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ മെനു എടുക്കാനായിട്ട് വന്നതായിരുന്നു. അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു പേടിച്ചുള്ള സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരു ദയനീയത തോന്നി. കാരണം ഗിരിയേട്ടനോട് ദേഷ്യം അവനോട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. ഏതായാലും നീ അകത്തോട്ട് വരൂ എന്ന് ഞാൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി. അവൻ ഒരു ചെയറിലിരുന്നു, ഞാനാണെങ്കിൽ കട്ടിലേക്ക് മാറിയിരുന്നു. അപ്പോൾ തന്നെ ഏതൊക്കെ വേണമെന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രഞ്ച് ഡിഷ് കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഡിഷസും കാര്യങ്ങളും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരള എന്തെങ്കിലും കാര്യങ്ങൾ മതി, ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ ദോശ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും മതി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ മാഡം ഏതെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ദോശ എടുത്തോളൂ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അവൻ വന്നു കയറി മെനുവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവനോട് തന്നെ ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിനെ കണ്ടായിരുന്നു? കാരണം ആളുടെ ഒരു വിവരവും ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, മുതലാളിയുടെ കൂടല്ലേ പോയത്, ആള് കുറച്ച് ഫിറ്റാണ് എന്ന് അവനിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാനും ഒന്ന് ചിരിച്ചു, അവനും ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ കഥ കടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം തിരക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണേ. കാരണം ഹസ്ബൻഡിനെ എനിക്ക് കിട്ടിയിട്ട് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, എനിക്കിവിടെ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്തത്. ആ സമയത്തിന് ഞാനെല്ലാം റെഡിയാക്കാം മാഡം, ഞാനിവിടുത്തെ ഗൈഡാണ്, അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു. പിന്നെ സാറും കൂടെ വന്നിട്ട് അതിനുശേഷം നിങ്ങളെ ഒരു ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാറിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാഡം തന്നെ ഒന്ന് മുൻകരുതൽ എടുത്താൽ മാത്രം മതി എന്ന് മാത്രം അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. എന്തൊക്കെയാലും വന്നത് വെറുതെ അല്ല, എന്തൊക്കെയാലും കാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ, അതായിരുന്നു എൻ്റെ മനസ്സിൽ.
ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള കാറ്റ് ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. മാഡം എങ്ങനെയുണ്ട് കാറ്റും കാര്യങ്ങളൊക്കെ എന്നവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, എന്നാൽ പിന്നെ കഴിച്ചിട്ട് പെട്ടെന്ന് വന്നോളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇനി താമസിക്കാനുള്ള ട്രീ ഹോമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവിടേക്ക് വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം എന്നവൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ ആ ഒരു കാട്ടിന്റെ ആ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി. ഇവിടേക്ക് ആനയൊക്കെ വരുന്ന സ്ഥലമാണ് മാഡം. പിന്നെ ഇടയ്ക്ക് മുള്ളമ്പതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്ന കാണാം. രാത്രി ആയി കഴിഞ്ഞാൽ മാഡം ആ ഒരു ജനലം തുറന്നിട്ടാൽ മതി, എല്ലാ ജീവികളെയും നമുക്കിങ്ങനെ കാണാൻ പറ്റും. കാരണം ആനയും വരും, പിന്നെ പുലിയൊക്കെ വരാറുണ്ട് ഈ ഒരു സൈഡില്. പിന്നെ മാഡം പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട്, അറ്റാക്കിങ് കാര്യങ്ങളും ഒന്നും വരില്ല. അത് അവൻ പറഞ്ഞു തന്നു. എങ്കിലും ഒരു പേടിയോട് തന്നെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു. ആ സമയമായിരുന്നു അവൻ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ട്രീ ഹോമും കാര്യങ്ങളും. അവിടെ ഒരു സായിപ്പും മദാമയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് ആ ഒരു റൂം കിട്ടാഞ്ഞത്. അവരത് കാണിച്ചു തന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനതിങ്ങനെ അതിശയത്തോടെ നോക്കി നിന്നു. അവിടെ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. കാടിൻ്റെ നടക്കുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്നവൻ എന്നോട് പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സായിപ്പും മാധവയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എവിടേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ട സമയത്ത് തന്നെ സായിപ്പും മാധവയും ആ ഒരു ചാവി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് ഏൽപ്പിക്കുന്ന സമയത്ത് അവനൊരു പൈസയും കാര്യങ്ങളും അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ അവര് പോവുകയും ചെയ്തു. ആ സമയം അവൻ എന്നെ പിന്നിൽ നിൽക്കുകയായിരുന്നു. ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം വന്നോളൂ, നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെയായിട്ട് ഞാൻ മുന്നോട്ട് നടന്നു. ആ സമയത്ത് തന്നെ മാഡത്തിന് ഈ റൂമൊക്കെ കാണണോ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെ ലോക്ക് ചെയ്തിട്ട് പോയതല്ലേ, അവരിപ്പം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അത് കുഴപ്പമില്ല മാഡം, കാരണം വെച്ചാൽ അവർ കീ തന്നെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാലും മാഡം വന്നല്ലേ, മാഡത്തിന് താമസിക്കാനുള്ള റൂമും അല്ലേ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ആ ഒരു ട്രീ ഹോം പോലുള്ള ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ വിളിച്ചു. ആ സമയം ഞാൻ ഒന്ന് കയറി കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ പോയി. അവിടെ എല്ലാം ഒന്ന് തുറന്ന് കാണിച്ചു. അകത്തുനിന്ന് ആ ഒരു ജനാല തുറന്നിടുന്ന സമയത്ത് തന്നെ പ്രത്യേകമായ ഒരു അറ്റ്മോസ്ഫിയറും. ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, മാഡം ദേ ഈ കട്ടിലേക്കൊന്ന് ഇരുന്ന് നോക്കിയേ, അടിപൊളിയായിരിക്കും എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് വന്ന് അവൻ്റെ ആ ലാളിത്യത്തിലൂടെ ആ ഒരു പെരുമാറ്റത്തിൽ ഞാനും ആ കട്ടിലേക്ക് കയറിയിരുന്നു. പ്രത്യേകമായ ഒരു രസവും കാര്യങ്ങളും എനിക്ക് തോന്നിയിരുന്നു. അവിടെ നിന്ന് കട്ടിൽ ഒന്ന് കിടന്നു നോക്ക് എന്ന് അവൻ വീണ്ടും എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അതെന്തിനാ മാഡം, ഒന്ന് കിടന്നു നോക്ക്, അപ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു രസവും കാര്യങ്ങളൊക്കെ എന്ന് അവൻ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു. ഞാൻ ഒന്ന് കിടന്നു. ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒന്ന് കണ്ണടച്ച് കിടക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കിടന്നു. ഇനി നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യണം. ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കുക, പതുക്കെ മാഡത്തിന്റെ കണ്ണ് തുറന്നു കൊടുക്കുക എന്ന് അവൻ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് കണ്ണടച്ചത്. അപ്പോൾ തന്നെ കണ്ണ് തുറക്കുമ്പോൾ മുകളിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഒരു പ്രത്യേകമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം മുകളിൽ മൊത്തം ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ അകത്ത് കിടന്നുകൊണ്ട് ആ ഒരു കാഴ്ച കണ്ട് ആകാശവും മരങ്ങളും എല്ലാ കാഴ്ചയും കണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും. അതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകം കാര്യങ്ങളൊക്കെ. അതും കൂടെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ ആ ഒരു അരകിൽ കട്ടിലേക്ക് വന്നിരുന്നു. എങ്ങനെയുണ്ട് മാഡം, അടിപൊളിയല്ലേ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് എന്ന് ഞാൻ അവനോട് തന്നെ പറഞ്ഞു. ആ സമയം അവൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. മാഡം ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുലിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, പേടിക്കൊന്നും വേണ്ട. നമുക്കിവിടെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത് തന്നെ അതിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു ആക്രമണം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ വേണോ? അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മാഡം, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ മാഡം പേടിക്കേണ്ട ആവശ്യം. അവൻ എനിക്ക് നല്ല ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നു. ആ സമയം ഞാൻ ചിരിച്ചു. ആ, നീ എത്ര കാലമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഞാനിപ്പം 2 കൊല്ലമായി വന്നിട്ടുള്ളൂ, പക്ഷേ എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് അവൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചു.
അങ്ങനെ ഞാൻ അവനുമായിട്ട് ആ ഒരു വീഥികളിൽ കൂടി തന്നെ, കാടിന്റെ നടുക്കൂടി തന്നെ നേരെ അവിടേക്ക് നടന്നുപോയി. അങ്ങനെ കുറച്ചുകൂടെ പോകുന്ന സമയത്ത് കുറേയധികം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. ഇടയ്ക്ക് പുള്ളിമാനെയും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് പിന്നിൽ നിന്ന് അവനെന്നെ താങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പേടിച്ചായിരുന്നു കേട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ, പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് കൂടെ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ എല്ലാം ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് പോലും എനിക്കൊരു പിടിയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് നടന്നു. റൂമിലേക്ക് അവനായിരുന്നു എന്നെ കൊണ്ടാക്കിയതൊക്കെ. ഞങ്ങൾ രണ്ടുപേരും റൂമിലേക്കൊക്കെ ജസ്റ്റ് കയറി. പിന്നെ അവൻ തിരിച്ചു പോവുകയും ചെയ്തു. ആ സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വൈബായിരുന്നു കിട്ടിയത്, ആ ഒരു കാടിൻ്റെയൊക്കെ. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.